മനുഷ്യർ തുടങ്ങിയപ്പോൾ മനുഷ്യർക്കിടയിൽ വ്യത്യസ്ത ചിന്തകളുണ്ടായി. ആ സൃഷ്ടിയെ ആരാധിക്കാൻ പ്രത്യേക ദേവാലയങ്ങൾ ഉണ്ടായി. ആ ദേവാലയവും അതുമായി ചുറ്റിപ്പറ്റിയവർ ഒരു പ്രത്യേക വിഭാഗമായി. മറുവിഭാഗം വേറൊന്നിലെത്തി. അവർ ഇതാണ് നല്ലത് എന്ന് പറഞ്ഞു, അല്ല ഇതാണ് നല്ലത് എന്ന് പറഞ്ഞു. നേരെ മറിച്ച് ലോകത്തെല്ലാവരും മറന്നുപോയി ഈ സൃഷ്ടികളെ മുഴുവനും സൃഷ്ടിച്ച സൃഷ്ടാവ് ഒറ്റയാണെന്ന് എല്ലാവരും പറഞ്ഞു. ഇവിടെ സ്വാമിജി പോലും പ്രസംഗിച്ച പറഞ്ഞ എന്ത്, ദൈവം ഒന്നിലധികം ഉണ്ടെന്ന് ഇവിടെ ആരും പറയണില്ല. ശരി, ആ ഒരൊറ്റ ദൈവല്ലേ, ആ ദൈവത്തെ ആരാധിച്ചവിടെ എന്താ കുഴപ്പം? ആ ദൈവം ആരാണ് എന്ന് തീരുമാനിക്കുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. ആ ദൈവം ആരാണ്? സൂര്യനെ സൃഷ്ടിച്ച ദൈവം ആരാണ്? ചന്ദ്രനെ സൃഷ്ടിച്ച ദൈവം ആരാണ്? ഞങ്ങൾ പറയുന്ന ആ ദൈവത്തെ ആരാധിക്കാൻ ഞങ്ങൾ സന്നദ്ധരാണ്. ആകാശ ഭൂമികളെ 7 ആകാശം 7 ഭൂമി, സർവചരാചരങ്ങൾ, അചേതനങ്ങൾ, സചേതനങ്ങൾ, ഇതിനെയൊക്കെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന സർവശക്തനാരാണ്? അവനെ അറബിയിൽ അല്ലാഹു എന്ന് പറയും, റബ്ബ് എന്ന് പറയും. പരിപാലകൻ, പ്രപഞ്ചത്തിന്റെ പരിപാലകൻ, ദീദീപികൻ, വിരാട് പുരുഷൻ, ഹിരണ്യഗർഭൻ എന്നൊക്കെ പറയുന്ന ആ വിശദീകരണത്തിന്റെ ഉള്ളടക്കം എന്താണ്? അത് അടിസ്ഥാനപരമായി ഏകദൈവത്തെ കുറിക്കുന്നതാണോ? സൂര്യനെ സൃഷ്ടിച്ച ദൈവത്തെ കുറിക്കുന്നതാണോ? എങ്കിൽ ആ ദൈവത്തെ എന്തുകൊണ്ട് നമ്മൾ ആരാധിക്കുന്നില്ല? ഡോക്ടർ രാധാകൃഷ്ണൻ ഇന്ത്യൻ ഫിലോസഫിയിൽ പറയുന്ന മനോഹരമായ ഒരു വാക്കുണ്ട്, എനിക്ക് വല്ലാത്ത ഇഷ്ടം തോന്നിയ വാചകം. ഡോക്ടർ രാധാകൃഷ്ണൻ പറയണ ഇന്ത്യക്കാർക്ക് ഈശ്വരനെ മാത്രം അറിഞ്ഞൂടാ, ബാക്കി എല്ലാവരെയും അറിയാം. വല്ലാത്തൊരു വാക്കാണ്. ഈശ്വരനുമായി ബന്ധമില്ല, സത്യമാണ്. ഇവിടുത്തെ മതവിശ്വാസികളാണ് പടച്ചോനിൽ നിന്ന് ഏറ്റവും അകന്നത്. സത്യം നിങ്ങൾ ആലോചിച്ചു, ശരിക്കും ചിന്തിച്ചു നോക്ക്. ഞാൻ അതിനൊരു ലളിതമായ ഒരു ഉദാഹരണത്തിലൂടെ പറയാം, വളരെ ലളിതമായ. നേരത്തെ പറഞ്ഞ പോലെ ഓരോരുത്തർക്കും അവരുടെ സ്വാതന്ത്ര്യം. ഈ ആധുനിക കാലഘട്ടത്തിൽ സ്വാതന്ത്ര്യം എന്നുള്ള പദത്തെ ചിലരെങ്കിലും തെറ്റിദ്ധരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതും ഞാനൊന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. ഇപ്പൊ ഒരു പെൺകുട്ടി പറയാണ്, എന്റെ സ്വാതന്ത്ര്യമാണ് അങ്ങാടിയിലിറങ്ങി എനിക്ക് ഇഷ്ടമുള്ള ഒരു പയ്യനെ, അവനെ അങ്ങാടിയിൽ എവിടെയാണെങ്കിലും പബ്ലിക്കിൽ അവനെ ചുംബിക്കാനുള്ള അവകാശം എനിക്ക് വേണം, അതിന്റെ സ്വാതന്ത്ര്യമാണ് എന്നാണ് പറയുന്നത്. ആ സ്വാതന്ത്ര്യം അനുവദിച്ച് കിട്ടുന്നത് വരെ ഞാൻ പോരാടുന്നാണ് പറയുന്നത്. അവിടെയാണ് നമ്മൾ സ്വാതന്ത്ര്യത്തെ കൂടെ നിർവചിക്കേണ്ടതുണ്ട് എന്ന് ഞാൻ പറയും. സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ എന്താ? എനിക്കൊരുത്തന്റെ കരണക്കുറ്റി അടിച്ചു പൊട്ടിക്കണോ ഇതിന്റെ സ്വാതന്ത്ര്യം എന്ന് ഞാൻ പറഞ്ഞാൽ, ആ സ്വാതന്ത്ര്യത്തെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താ? എനിക്ക് അങ്ങാടി കാണുന്ന ഒരുത്തനോട് അരിശം മൂക്കണം, അല്ലെ ചെവിക്കുറ്റിന്ന് ചോര വരുമ്പോ ടപ്പാന്ന് പൊട്ടിക്കണം. ആ സ്വാതന്ത്ര്യത്തിന് വേണ്ടി എനിക്ക് അനുവദിക്കുന്നവരെ സമരം ചെയ്യണം എന്ന് പറഞ്ഞാൽ എന്നോട് അനുകൂലിക്കാൻ എത്ര ആളുണ്ടാവും നാട്ടിൽ? ഇപ്പൊ ഞാൻ ഒരു യുവാവ് പറയാണെന്ത്, പബ്ലിക്കിൽ എനിക്ക് മനസ്സിലും കെട്ട് ഹെറ്റ് ചെയ്ത് ഒരു സുന്ദരീനെ അവിടെ വെച്ച് പ്രാപിക്കാൻ എനിക്ക് സ്വാതന്ത്ര്യം ഉണ്ടാകണം. അതിന് സ്വാതന്ത്ര്യം എന്ന് പറയോ, അല്ല അതിന് വൃത്തികേട് തെമ്മാടിത്വം എന്ന് പറയോ, എന്തതിന് പറയും? ഞാൻ അതുകൊണ്ടാണ് എല്ലാവരോടും പറയുന്നത്, ഈ സ്വാതന്ത്ര്യം എന്നൊക്കെയുള്ള വാക്ക് ദുരുപയോഗം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഉറപ്പായി സ്വാതന്ത്ര്യം എന്നുള്ള വാക്കിനെ പോലെ ദുരുപയോഗം ചെയ്ത വാചകങ്ങൾ എത്ര ഉണ്ടാവും നമ്മുടെ നാട്ടില്? സ്വാതന്ത്ര്യം, എന്റെ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാരെയും ചീത്ത പറയാന്നുള്ള എന്റെ സ്വാതന്ത്ര്യം? ഈ നാട്ടിലെ എന്റെ ഇഷ്ടങ്ങൾ മാത്രം നടത്തുന്നതിന്റെ പേരാണോ സ്വാതന്ത്ര്യം? അങ്ങനെയാണോ? എനിക്കിഷ്ടമാണ് അങ്ങാടിയിൽ കയറിയിട്ട് ഒരു സംഗതി ചെയ്യാൻ, അത് നടക്കണവരെ ഞാൻ സമരം ചെയ്യുന്നൊക്കെ പറഞ്ഞാൽ അത് എവിടെ എത്തിയ കാര്യമാണ്? ജാതീയതക്കെതിരെ ശബ്ദിച്ച് ഞാൻ മരിക്കണവരെ സമരം ചെയ്യുന്നുണ്ട്, അതിനൊരു അന്തസ്സുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു അങ്ങാടിയിൽ നിന്ന് ചുംബിക്കുമ്പോ ആരും എതിർക്കാത്തൊരവസ്ഥ സംജാതമാകണം, അതിന് ഞാൻ ജീവൻ ത്യജിക്കുന്നൊക്കെ പറയുന്നതിൽ ഒരർത്ഥമില്ല. ഒരു തരം മാനസികമായ കൃക്കാണ്, ഒരു തരം രോഗമാണ് എന്ന തിരിച്ചറിവ് ലോകത്തിന് ശരിക്കും ഉണ്ടാവണം. മനുഷ്യന് സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്കറിയാം, ലോകത്ത് മനുഷ്യർ നിശ്ചയിച്ചിട്ടുള്ള കുറെ അതിർവരമ്പുകളുണ്ട്. ആ അതിർവരമ്പുകൾ ലോകത്ത് നിലനിൽക്കണം. ആ അതിർവരമ്പ് എന്താണ്? മതം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ശരിക്കും ചിന്തിക്കാം. ഇപ്പൊ ഇസ്ലാം, നേരത്തെ സ്വാമിജി പറഞ്ഞ വാചകത്തെ ഒന്നുകൂടെ ഞാൻ സൂചിപ്പിച്ചുകൊണ്ട് പറയാണ്, എന്റെ മതത്തിലേക്ക് ആളെ കൂട്ടുക, നിങ്ങളൊക്കെ മുസ്ലിം ആക്കുക, അല്ലെങ്കിൽ കുറെ ആളുകൾ ഇവിടെ ഹിന്ദു ആക്കുക, അല്ലെങ്കിൽ ഹിന്ദു മതത്തിൽ നിന്ന് ഇസ്ലാം ആയവരെ തിരിച്ചു കൊണ്ടുവരിക എന്നൊക്കെ പറയുന്ന സംഗതികളുണ്ടല്ലോ. ഇതെല്ലാം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ ഗൗരവമായി ചില കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. വളരെ സത്യസന്ധമായി തുറന്ന ഹൃദയത്തോടെ ഞങ്ങൾ തുറന്ന് പറയാണ് നിങ്ങളോട്. ഒരു വളച്ചുകെട്ട് ഞങ്ങളുടെ ഉള്ളും പുറവ് വന്നാണ്. ഇവിടെ എന്താണോ പറയുന്നത് അതിനെ ഞങ്ങൾക്ക് സ്വകാര്യ മീറ്റിങ്ങിലും പറയാൻ. സ്വകാര്യ മീറ്റിങ്ങിൽ ഒന്ന്, പിന്നെ പരസ്യ മീറ്റിങ്ങിൽ വേറൊന്നും ഞങ്ങൾക്കില്ല. ഞങ്ങളെ പറ്റി അറിയാവുന്നവർക്കറിയാം. ഞങ്ങളുടെ പ്രസ്ഥാനത്തിന് ഉള്ളിൽ വേറൊന്ന് പുറത്തു വേറൊന്നില്ല. മാത്രമല്ല മീറ്റിംഗ് പോലും കൂടാൻ ഖുർആൻ പറഞ്ഞത് എന്തിനാണ്? ഔ ഇസ്ലാഹിം ബൈനന്നാസ്, ഖുർആനിലെ 4-ാം അധ്യായം 114-ാമത്തെ വാചകം. മനുഷ്യർക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കാനാണ് മീറ്റിംഗ് കൂടേണ്ടതെന്നാണ് ഖുർആൻ. ഒരു സ്വകാര്യ മീറ്റിംഗ് പോലും ബോംബിടാനല്ല, തമ്മിൽ തല്ലിക്കാനല്ല. ഔ ഇസ്ലാഹിം ബൈനന്നാസ്, ജനങ്ങൾക്കിടയിൽ, മുസ്ലിങ്ങൾക്കിടയിൽ എന്നല്ല. ഇപ്പൊ നാദാപുരത്ത് നടക്കുന്ന പ്രശ്നത്തിൽ അവർക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കാൻ ഞങ്ങൾ മീറ്റിംഗ് കൂടിയിട്ടുണ്ട്.
ഇൻഷാ അല്ലാഹ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രോഗ്രാം സ്റ്റേറ്റ് ലെവലിൽ നാദാപുരം വരണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതിന്റെ കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ട്? വിശുദ്ധ ഖുർആൻ പറയുന്നു ഔ ഇസ്ലാഹിം ബൈനന്നാസ്, മുസ്ലിങ്ങൾക്കിടയിൽ രഞ്ജിപ്പ് എന്നല്ല, മനുഷ്യർക്കിടയിൽ നിങ്ങൾ രഞ്ജിപ്പ് ഉണ്ടാക്കണം എന്ന് ഖുർആൻ. മാത്രമല്ല വലാ തുഫ്സിദു ഫിൽ അർളി ബഅദ ഇസ്ലാഹിഹാ, വിശുദ്ധ ഖുർആൻ പറയാൻ 7-ാം അധ്യായം 54-55 വചനങ്ങൾ. അതിൽ പറയുന്നതറിയോ? ഭൂമിയിൽ നിങ്ങൾ കുഴപ്പമുണ്ടാക്കരുത്. ജനങ്ങൾ നല്ല രൂപത്തിൽ ജീവിക്കുമ്പോ ആ നാട്ടിൽ സമാധാനാണ്, തീവ്രവാദമില്ല, ഭീകരവാദമില്ല, അനൈക്യല്ല, നല്ല നിരക്ക് അവർ ജീവിച്ചു പോവാണ്. അവിടെ ബോംബ് കൊണ്ടുവന്നിട്ട് അവിടെ കശിത്വമുണ്ടാക്കി, അവിടെ തമ്മിൽ തെല്ലിച്ച് കലാപുണ്ടാക്കി, വീടുകൊള്ള ചെയ്ത്, അങ്ങനെ ഭൂമിയിൽ നിങ്ങൾ ഫസാദ് ഉണ്ടാക്കരുത്. വലാ തുഫ്സിദു ഫിൽ അർള്, ഭൂമിയിൽ നിങ്ങൾ കുഴപ്പമുണ്ടാക്കരുത് എന്ന് ഖുർആൻ തീർത്തു പറയാൻ. മാത്രമല്ല കുഴപ്പമുണ്ടാക്കുന്നവരെ എനിക്കിഷ്ടമില്ല എന്നാണ് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. എനിക്കിഷ്ടമില്ല, ഞാൻ അവരെ വെറുക്കുന്നു, അവരോട് എനിക്കിഷ്ടമില്ല എന്നാണ് പറയുന്നത്. മുസ്ലിഹീങ്ങളെ, അതായത് മുഖ്ലിസീങ്ങളെ ദൈവം ഇഷ്ടപ്പെടുന്നു എന്നാണ്, ഭൂമിയിൽ സമാധാനം ഉണ്ടാക്കാൻ. വിശുദ്ധ ഖുർആനിന്റെ ഏറ്റവും നല്ലൊരു പരാമർശം ഈ സന്ദർഭത്തിൽ എനിക്ക് ഓർമ്മ വരികയാണ്. അതെന്താ അറിയോ? സ്വർഗം ആർക്കുള്ളതാണ്? ഇപ്പൊ ഇസ്ലാം സ്വർഗത്തെ പറ്റി പറയുന്നു. അത് ആർക്കുള്ളതാ? അതാർക്കുള്ളത്? ഖുർആന്റെ ഒരു പരാമർശം ശരിക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. തിൽക ദാറുൽ ആഖിറതു നജഅലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. ഖുർആനിലെ 28-ാം അധ്യായം 83-ാമത്തെ വചനമാണ്. എന്തിനാ ഇങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ എഴുതിയെടുക്കണം. എല്ലാവരും പേനയും കടലാസും ഒക്കെ കൊണ്ടുവന്ന് എഴുതിയെടുത്ത് പരിശോധിക്കണം. എന്താ ഖുർആൻ അവിടെ പറയുന്നത്? ആർക്കുള്ളതാണ് സ്വർഗം? ലാ യുരീദൂന, ഉദ്ദേശിക്കാത്ത, ഉലുവൻ ഫിൽ അർളി വലാ ഫസാദ, ഭൂമിയിൽ ആഢ്യത്വവും ഞങ്ങൾ മാത്രമേ ഇവിടെ നിലക്കാൻ പാടുള്ളൂ എന്നുള്ള ചിന്തയും, ഭൂമിയിൽ കുഴപ്പവും ഉണ്ടാക്കാത്ത വിനയാന്വിതരായ, മറ്റുള്ളവരൊക്കെ ഇവിടെ ജീവിക്കേണ്ടവരാണ്, എന്നെ കൊണ്ടൊരാൾക്കും ഒരു ഉപദ്രവവും ഉണ്ടാകരുത് എന്ന് തീരുമാനിക്കുന്നുള്ളവനാണ് സ്വർഗം. വലാഖിബത്തുൽ ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്കാണ് സുഖകരമായ പര്യവസാനം. ഇതാണ് ഖുർആൻ, ഇതാണ് വിശുദ്ധ ഖുർആൻ. ഞാൻ ഉറച്ചു പറയുന്നു, ഖുർആൻ വായിച്ചിട്ടില്ല പലരും. വായിച്ചിട്ടല്ല ഖുർആനെ എതിർത്തത്, വായിച്ചിട്ടല്ല ഇസ്ലാമിനെ എതിർത്തത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പഠിക്കേണ്ടിടത്ത് നിന്ന് പഠിച്ചില്ല. ശത്രുക്കളിൽ നിന്ന് പഠിച്ചു, സാമ്രാജ്യ ശക്തികളിൽ നിന്ന് പഠിച്ചു, വൃത്തികെട്ട മീഡിയകളിൽ നിന്ന് പഠിച്ചു, ഇസ്ലാമിനെ എതിർക്കുന്ന ഗ്രന്ഥരചനകളിൽ നിന്ന് പഠിച്ചു. ഖുർആൻ ഇതാ ഞങ്ങൾ നിങ്ങൾക്ക് തരാം. ഈ 7 ഓമിലെ പ്രിയപ്പെട്ട മുസ്ലിങ്ങളെ, ഖുർആനിന്റെ കോപ്പി നിങ്ങൾ ഞങ്ങളോട് ചോദിക്കുക, വായിക്കാൻ ആവശ്യമുള്ള പുസ്തകങ്ങൾ ചോദിക്കുക, ഉജ്ജ്വലമായ സംവാദങ്ങളുടെ സീഡികൾ നിങ്ങൾ ഞങ്ങളോട് ചോദിക്കുക, പഠിക്കാൻ ഞങ്ങൾ തിരിച്ചും ചോദിക്കുന്നു. ഇവിടെ ആർക്കും ഒരു പക്ഷപാതിത്വം ഇല്ല. അവിടെയാണ് നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഒരിക്കലും ഇസ്ലാം ഒരാളെയും ഇസ്ലാമിലേക്ക് നിർബന്ധിച്ചു വരുത്തുന്ന ഒരു വിഷയം ഇസ്ലാമിൽ ഇല്ല. ഇസ്ലാമിൽ അങ്ങനെ ഒരു ശീലമേ ഇല്ല. ഇത് ഞാൻ പറയുന്നത് വെറും വാക്കല്ല, ഞാൻ നിങ്ങളെ ഖുർആനിലേക്ക് ക്ഷണിക്കുകയാണ്. നേരത്തെ പറഞ്ഞല്ലോ, ഒരാളെ മതത്തിലേക്ക് നിർബന്ധിച്ചു കൊണ്ടുവരലാണ് ദൈവത്തിനോടുള്ള ധിക്കാരം. ഞാൻ അംഗീകരിക്കുന്ന ആ വാചകത്തെ, സ്വാമിജിയുടെ വാചകത്തെ ഖുർആൻ അരക്കെട്ടുറപ്പിച്ചിട്ടുണ്ട്. ഒരൊറ്റ ചരിത്ര സംഭവം കേട്ടോളൂ. ഖലീഫ ഉമറിനെ ഇവിടെ പലതവണ ഉദ്ധരിക്കുകയുണ്ടായി. ഒരു മഹാസംഭവ വ്യക്തിത്വമാണ് അദ്ദേഹം, സംശയമൊന്നുമില്ല. ഖലീഫ ഉമറിന്റെ ഭരണകാലഘട്ടം ശരിക്കും ചിന്തിച്ചോളൂ, മുസ്ലിങ്ങളും അല്ലാത്തവരും. ഖലീഫ ഉമറിന്റെ ഭരണകാലഘട്ടത്തിൽ ഒരു അമുസ്ലിം വനിതയോട് ഇസ്ലാമിനെ പറ്റി അദ്ദേഹം പറഞ്ഞു. ഇസ്ലാമാണ് ശരി എന്ന് അദ്ദേഹം ആ വനിതയോട് സംസാരിക്കുകയാണ്. ഇസ്ലാമിന്റെ പ്രത്യേകതകൾ, ഗുണങ്ങൾ, അതിന്റെ മാറ്റങ്ങൾ, അതിന്റെ അനുഭവങ്ങളെല്ലാം വിശദീകരിക്കണം. അത് വിശദീകരിച്ചു കഴിഞ്ഞു. അല്പസമയം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിലൊരു വല്ലാത്ത കുറ്റബോധം. ശരിക്കും ശ്രദ്ധിച്ചോളൂ, അപാരമായ കുറ്റബോധം. എന്താ കുറ്റബോധം? ഞാൻ ആ അന്യമതത്തിൽപ്പെട്ട വനിതയോട് ഇസ്ലാം സ്വീകരിക്കാൻ നിർബന്ധിച്ചു പോയോ എന്നതാണ് കുറ്റബോധം. എന്താ കുറ്റബോധം? ഞാൻ ആ സ്ത്രീയെ ഇസ്ലാം സ്വീകരിക്കാൻ നിർബന്ധിച്ചുവെങ്കിൽ അത് പടച്ചോനോട് ചെയ്യുന്ന അക്രമമാണ്, അല്ല പറഞ്ഞതിനെതിരാണ്, ധിക്കാരമാണ്. അതുകൊണ്ട് ഞാനത് ചെയ്തു പോയോ എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു കുറ്റബോധം തോന്നുകയാണ്. 2 കൈകളും ആകാശത്തേക്ക് നീട്ടി. ലോകത്തൊരു മതസമൂഹത്തിനും ഇങ്ങനൊരു ചരിത്രം ഉദ്ധരിക്കാൻ ഉണ്ടാവില്ല. ആകാശത്തിന്റെ നേരെ പടച്ചവനിലേക്ക് കൈ ഉയർത്തി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു പറയാണ്, അല്ലാഹുവേ, ഇസ്ലാം സ്വീകരിക്കാൻ ആ സ്ത്രീയെ ഞാൻ നിർബന്ധിച്ചുവെങ്കിൽ നാഥാ, നീ എനിക്ക് പൊറുത്തു തരണമേ, നീ എന്നോട് മാപ്പാക്കണമേ. രോമാഞ്ചമുണ്ടാകുന്ന ചരിത്ര സംഭവമാണ്. എന്താ ഇവിടെ? ഒരു അന്യമതത്തിൽപ്പെട്ട സഹോദരിയോട് ഇസ്ലാമിന്റെ മാറ്റം പറഞ്ഞു. എന്നിട്ട് കുറച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് കുറ്റബോധം തോന്നുന്നു. എന്താ കുറ്റബോധം? ഞാൻ അവരെ നിർബന്ധിച്ചുവോ?
അപ്പൊ നിർബന്ധിക്കൽ ദൈവത്തോട് ചെയ്യുന്ന അപരാധമാണ്. കാരണം വിശുദ്ധ ഖുർആൻ ആ വിഷയത്തിൽ ഒരുപാട് വാചകങ്ങൾ, ഞാൻ ഒന്നുകൂടെ പറയാം, ഖുർആനിലുള്ള ഇത്രയേറെ വാചകങ്ങൾ ലോകത്തുനിന്ന് നിലനിൽക്കുന്ന മറ്റേതെങ്കിലും ഒരു വേദഗ്രന്ഥത്തിൽ ഇങ്ങനെ അടുക്കും ചിട്ടയോടുകൂടി പറഞ്ഞതായി എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല. ഒരുപാട് വായിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, എവിടെയും കാണാൻ സാധിക്കില്ല. എന്താ പറയുന്നത്? വളരെ ശ്രദ്ധേയമാണ് ഖുർആനിന്റെ 2-ാം അധ്യായം. ഞാൻ ഓരോന്ന് ക്രമപ്രവൃത്തമായി പറയാം. ഖുർആനിന്റെ 2-ാം അധ്യായത്തിലെ 256 വചനം. ഖുർആനിലെ 2-ാം അധ്യായം. ഖുർആനാണല്ലോ അത് പറയേണ്ടത്, ഖുർആനാണല്ലോ മുസ്ലിങ്ങളുടെ പ്രമാണങ്ങളിൽ നമ്പർ 1. ആ ഖുർആനിലെ 2-ാം അധ്യായം 256 വചനത്തിൽ പറയുന്നത് ലാ ഇക്രാഹ ഫിദ്ദീൻ ഖദ് തബയ്യന അർ-റുശ്ദു മിനൽ ഗയ്. മതത്തിൽ ബലാത്കാരമില്ല. മാധവനെ, സുരേന്ദ്രനെ, ജോർജിനെ, കല്യാണമ്മയെ, ഏലിയമ്മയെ ഇസ്ലാമിലേക്ക് നിർബന്ധിച്ചു കൊണ്ടുവരാൻ നിങ്ങൾക്ക് പാടില്ല, അത് ചെയ്യാൻ പാടില്ല, ഖുർആനാ പറയുന്നത്. എന്നിട്ട് പറഞ്ഞു സത്യവും അസത്യവും വേർതിരിഞ്ഞിരിക്കുന്നു, സത്യമേത് അസത്യമേത് എന്ന് വേർതിരിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഒരിക്കലും ഒരാളെയും മതത്തിൽ ചേരാൻ നിർബന്ധിക്കരുത് എന്ന് ഖുർആൻ. ഒരു വചനം നോട്ട് ചെയ്തോളൂ. എത്ര വചനാ പറയണെന്ന് നോട്ട് ചെയ്തോളൂ. ഒരു വചനം, അതേ അധ്യായം. അത്ഭുതകരമായ ഒരു വാചകമാണ് ഇനി പറയുന്നത്. എനിക്ക് ഇത്രയേറെ ആശ്ചര്യം തോന്നിയ ഒരു വചനം മത പരിവർത്തനവുമായി ബന്ധപ്പെട്ട് ഇക്കാലഘട്ടത്തിൽ എനിക്കുണ്ടായിട്ടേയില്ല. അത്ര ആനന്ദം തോന്നിയ ഒരു ഖുർആനിക വചനം കേട്ടോളൂ. 2-ാം അധ്യായം 272 വാചകം. ഒരേ അധ്യായത്തിൽ 272 വാചകം. ലൈസ അലൈക, വിശുദ്ധ ഖുർആൻ പറയാൻ, മനുഷ്യരോട് പറയാൻ. എന്താ സംഭവം? അതുകൂടെ പറയാം. ഈ വചനം ഇറങ്ങാൻ ഒരു പശ്ചാത്തലമുണ്ട്, ഒരു കോണ്ടസ്റ്റ് ഉണ്ട്. എന്താണ് ആ കോണ്ടസ്റ്റ്? അത് ശരിക്കും ചിന്തിച്ചോളൂ. എന്താണ് ആ കോണ്ടസ്റ്റ്? അതായത് അച്ഛനും അമ്മയും പഴയ മതത്തിൽ അങ്ങനെ നിന്നു, മക്കളെ ഇസ്ലാമായി. ശരിക്കും ശ്രദ്ധിക്കണേ, മക്കളെ ഇസ്ലാമായി, അച്ഛനും അമ്മയും പഴയ മതത്തിൽ നിന്നു. അപ്പൊ ഈ മക്കള് തീരുമാനിക്കണം എന്ത്? അച്ഛനും അമ്മയും ഇസ്ലാം സ്വീകരിച്ചിട്ടില്ലെങ്കിൽ അവർക്ക് ചോറ് കൊടുക്കൂല, അവർക്ക് വസ്ത്രം കൊടുക്കൂല, അവർക്ക് ഭക്ഷണം കൊടുക്കൂല, ആ അച്ഛനെ അമ്മയെ ഞങ്ങൾ സംരക്ഷിക്കൂല. ശരിക്കും മനസ്സിലാക്കിക്കോളൂ. എന്ത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാം പ്രബോധനം ചെയ്ത കാലഘട്ടത്തിൽ ശരിക്കും ക്ലിയറായി ബോധ്യപ്പെടുന്ന കാര്യം, കുറെ കുട്ടികൾ ഇസ്ലാം സ്വീകരിച്ചു, അച്ഛനമ്മമാര് സ്വീകരിച്ചില്ല. അപ്പൊ ചില മക്കൾ എങ്ങനെയാ തീരുമാനിച്ചത്? അച്ഛനും അമ്മക്ക് ഇനി എന്ത് സഹായം ചെയ്യണമെങ്കിൽ അവർ ഇസ്ലാം സ്വീകരിക്കണം, എന്നാലേ ചോറ് കൊടുക്കൂ, എന്നാലേ വസ്ത്രം കൊടുക്കൂ, എന്നാലേ സംരക്ഷിക്കൂ, എന്നാലേ ചികിത്സിക്കൂ എന്ന് തീരുമാനിച്ചു. ഇവിടെ ഞാനൊരു കാര്യം പറയാം. ഇതൊരു പുതിയ തലമുറ സൃഷ്ടിക്കപ്പെടുകയാണ്. ആ തലമുറയുടെ മനോഗതമല്ല ഇസ്ലാം. ആ തലമുറയെ ഖുർആൻ എങ്ങനെ തിരുത്തി, പ്രവാചകൻ എങ്ങനെ തിരുത്തി, അതാണ് പോയിന്റ്. അതാണ് ഇസ്ലാം. അല്ലാഹ് പറഞ്ഞതും പ്രവാചകൻ പറഞ്ഞതുമാണ് ഇസ്ലാം, അല്ലാതെ സ്വഹാബത്തിന്റെ നിലപാടല്ല. സ്വഹാബത്തിന്റെ നിലപാടിനെ പ്രവാചകൻ അരക്കെട്ടുറപ്പിച്ച് ക്ലിയർ ചെയ്താൽ പിന്നെ ആ നിലപാട് നമ്മുടെ നിലപാടായിരിക്കും. വളരെ മനോഹരമാണ് ഈ പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായി മനസ്സിലാക്കേണ്ട ഒരു പോയിന്റാ പറയുന്നത്. 2ാമതൊരു ടീം അവിടെ ഉണ്ടായി. 2ാമത്തെ ഒരു ടീം അവരെന്താ ചെയ്തെന്ന് അറിയോ? അച്ഛനും അമ്മയും ഇസ്ലാം ആയില്ല, അവർ ഇസ്ലാമായി. അപ്പൊ അവര് തീരുമാനിക്കണത് നമുക്ക് അച്ഛനെ കൂടുതൽ പരിഗണിക്കാം, അച്ഛനും അമ്മക്കും കൂടുതൽ ചോറും ചായയും കൊടുക്കാം, കൂടുതൽ ഡ്രസ്സ് കൊടുക്കാം, കൂടുതൽ ഒരു ഒലിപ്പിക്കല് നമ്മൾ സാധാരണ പറയാനുണ്ടാവും. അങ്ങനെ കൂടുതൽ ഒരു സംരക്ഷണം നൽകിയപ്പോ ഖുർആൻ ഇടപെടുകയാണ്, അഥവാ പ്രപഞ്ചനാഥൻ ഇടപെടുകയാണ്. ലോകത്തെല്ലാവരും ഒന്ന് ചിന്തിക്കണം. എത്ര ഗ്രന്ഥങ്ങൾ നമ്മൾ വായിച്ചിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു വാചകം നിങ്ങളൊന്ന് ശ്രദ്ധയപ്പെടുത്തി തരേണ്ടി എനിക്ക് ലോകത്തൊരു ഗ്രന്ഥത്തിലും കാണാൻ കഴിയില്ല. അവിടെ ഖുർആൻ പറയാണ് ലൈസ അലൈക ഹുദാ. വിശുദ്ധ ഖുർആൻ പറയുന്ന ആ വാചകം ശ്രദ്ധിച്ചോ. നിങ്ങളോട് മനുഷ്യരെ ഒരാൾക്ക് മാർഗദർശനം ചെയ്യാൻ നിങ്ങളെ ഏർപ്പാടാക്കിയിട്ടില്ല. ഒരാളെ മതത്തിലേക്ക് ഇങ്ങോട്ട് കൊണ്ടുവരിക എന്നുള്ള ദൗത്യം നിങ്ങളെ ഏൽപ്പിച്ചിട്ടില്ല, നിങ്ങളെ ഏൽപ്പിച്ചിട്ടേ ഇല്ല. വമാ തുൻഫിഖൂ മിൻ ഖൈറിൻ ഫലിഅൻഫുസികും വമാ തുൻഫിഖൂന ഇല്ലാ ഇബ്തിഗാഅ വജ്ഹില്ലാഹ്. നിങ്ങളെ അച്ഛനും അമ്മക്കും ചോറ് കൊടുക്കണതേ അവർ ഇസ്ലാമാകാനല്ല, നിങ്ങൾക്ക് പുണ്യത്തിനാണ്. ദൈവത്തിൽ നിന്ന് നിങ്ങൾക്ക് പുണ്യം കിട്ടാനാണ് ചോറ് കൊടുക്കുന്നതും ചായ കൊടുക്കുന്നതും, അവരെ മതത്ത് കൂട്ടാനല്ല. അതുകൊണ്ട് കൊടുക്കാതെ വെച്ചവർ കൊടുത്തുകൊള്ളുക, കൊടുത്തുകൊണ്ടിരുന്നവരും മതത്ത് കൂട്ടാനല്ല, നിങ്ങൾക്ക് വേണ്ടി കൊടുക്കുക. ഈ തത്വം ലോകത്ത് അത്ഭുതകരമായി ഖുർആൻ ലോകത്തെ പഠിപ്പിച്ചു. ഈ ഖുർആൻ നിങ്ങളൊന്ന് അടുത്തറ. എന്താ ഈ പറയുന്നത്? അച്ഛനെ അമ്മയെയും ചോറ് കൊടുക്കാതെ ബുദ്ധിമുട്ടിച്ച്, പ്രീണിപ്പിച്ച്, പ്രകോപിപ്പിച്ച്, വിഷമിപ്പിച്ച് ഇസ്ലാമിൽ ഒരു മെമ്പർ ആവശ്യമില്ല. അതുപോലെ ചോറും ചായയും കൊടുക്കുന്നത്, നാദാപുരത്ത് പോയി ജീവകാരുണ്യ പ്രവർത്തനം ചെയ്യുന്നത് അവിടുത്തെ ആളുകൾ ഇസ്ലാമാകാനല്ല. അല്ല, ദുരന്തബാധിത പ്രദേശത്ത് പോയി പാവങ്ങളെ സഹായിക്കുന്നത്
മതത്ത് കൂട്ടാനല്ല, ചോറ് കൊടുത്ത് മതത്തിന്റെ വർണ്ണക്കടലാസുകൾ, ജീവകാരുണ്യത്തിന്റെ വർണ്ണക്കടലാസുകളിൽ മതം പൊതിഞ്ഞ് ആളുകളെ മതച്ചു ചേർക്കുന്ന സമ്പ്രദായത്തെ ഇത്ര ഉജ്ജ്വലമായ എതിർത്ത ഒരു വേദഗ്രന്ഥവും മാനവ ചരിത്രത്തിൽ വേറെ കാണാൻ കഴിയില്ല. അത് നിങ്ങൾ പരിശോധിക്കണം ഞാൻ പറയും. എന്തുകൊണ്ട് അങ്ങനെ ആ ഗ്രന്ഥത്തിന് സാധിച്ചു? അത് മുഹമ്മദ് നബിയുടെ രചനയല്ല. ശങ്കരനെയും സുരേന്ദ്രനെയും ശ്രീനാരായണ ഗുരുവിനെയും ചട്ടമ്പി സ്വാമികളെയും ഒക്കെ സൃഷ്ടിച്ച പ്രപഞ്ചത്തിന്റെ നാഥൻ, ആ നാഥനിൽ നിന്നാണ് ആ ഗ്രന്ഥം. ആ നാഥനിൽ നിന്നാണ് ആ ഗ്രന്ഥം. തീർന്നില്ല, 2 വചനേ ഞാനിപ്പോ പറഞ്ഞുള്ളൂ. എനിക്ക് കേട്ടോളൂ. കൊട്ടയിൽ വാരിയിടാൻ മാത്രം. ഇത് ഒരു കൊട്ട കൊണ്ടുവന്നാൽ നിർബന്ധ മതപരിവർത്തനം പാടില്ലെന്ന ഖുർആനിന്റെ വചനം ആ കൊട്ടയിൽ പേറിയിട്ട് ഇങ്ങനെ കൊണ്ടുപോവാ. ശരിക്കും മനസ്സിലായിക്കോളി. ഇനി അടുത്ത വാചകം എന്താ? വിശുദ്ധ ഖുർആൻ അൻത തുക്രിഹുന്നാസ്, അല്ല നബിയെ താങ്കളെ ജനങ്ങളെ നിർബന്ധിക്കുകയോ മുസ്ലിമാകാൻ, വിശ്വാസിയാകാൻ? അല്ലാഹു ഒരിക്കലും അത് ഉദ്ദേശിച്ചിട്ടില്ല. അതുകൊണ്ട് മനുഷ്യരെ സ്വതന്ത്രമായി വിട്ടേക്കുക, അവരുടെ മുമ്പിൽ ധർമാധർമ്മങ്ങൾ പറഞ്ഞാൽ മതി. ഖുർആനിലെ 10-ാം അധ്യായം 99-ാമത്തെ വചനം. തീർന്നില്ല, നമ്പർ 3. മൂന്നാമത്തേതായി 4. നിങ്ങൾ വിശുദ്ധ ഖുർആൻ ഓരോ വാചകങ്ങൾ എടുത്തു നോക്കിക്കോ. എവിടെ വേണേ എടുത്ത സൂറത്ത് ഇൻസാൻ 76-ാം അധ്യായം 3-ാമത്തെ വചനം. ഇന്നാ ഹദൈനാഹു സബീല ഇമ്മാ ശാകിറൻ വഇമ്മാ കഫൂറ. പൊന്തി നിൽക്കുന്ന 2 മാർഗങ്ങൾ നിങ്ങളുടെ മുമ്പിൽ തന്നു. നന്ദിയുള്ളവരായും നന്ദി കെട്ടവരായും നിങ്ങൾക്ക് ജീവിക്കാം. ആരെയും നിങ്ങളെ നിർബന്ധിക്കേണ്ടതില്ല, ആരെയും. ഒരു രാജാവ് പ്രവാചകനെ കൊല്ലാൻ വന്നു. പ്രവാചകൻ അത് മനസ്സിലായി. പ്രവാചകൻ അദ്ദേഹത്തെ പിടിച്ച് സഹാബത്ത് കൊണ്ടുവന്ന് തൂണിൽ ബന്ധിപ്പിച്ചു. പ്രവാചകൻ ഇസ്ലാമിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. സ്വീകരിക്കാൻ തയ്യാറുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല എന്ന് പറഞ്ഞു. വീണ്ടും ചോദിച്ചു. ഇല്ല എന്ന് പറഞ്ഞു. 5-ാം ദിവസം ഇസ്ലാം സ്വീകരിക്കുന്നു എന്ന് ചോദിച്ചു. ഇല്ല എന്ന് പറഞ്ഞു. പ്രവാചകൻ പറഞ്ഞു, അയാളെ വിട്ടേക്കൂ, അയാളെ വിട്ടേക്കൂ. അയാളെ കഴുത്തരിയൂന്നല്ല, അയാളെ വിട്ടേക്കൂ. അയാൾക്ക് താല്പര്യമില്ലാത്തൊരു നിർബന്ധം പാടില്ല എന്ന് പറഞ്ഞു. പ്രവാചകന്റെ കഴുത്തിൽ ഒരാൾ വാള് കുത്തിവെച്ചു. എന്നിട്ട് പ്രവാചകൻ വിളിച്ചു, നിന്നെ ആരാ രക്ഷിക്കുക? അദ്ദേഹത്തിന്റെ കണ്ണുകളിലേക്ക് നോക്കി പ്രവാചകൻ പറഞ്ഞു, അല്ലാഹു, അല്ലാഹു രക്ഷിക്കും. ആ വാള് താഴെ വീണു. പ്രവാചകൻ ആ വാളെടുത്ത്, നിന്നെ ആര് രക്ഷിക്കുന്നു ചോദിച്ചു. മുഹമ്മദേ, നീ എന്നെ രക്ഷിച്ചാൽ. പ്രവാചകൻ ചോദിച്ചു, നീ ഇസ്ലാം സ്വീകരിക്കാൻ തയ്യാറുണ്ടോ? അയാൾ പറഞ്ഞില്ല. അതൊന്നുമില്ല, ഞാനൊന്നും വിചാരിക്കില്ല. എന്നാ പോയിക്കോളൂ. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇനി നിങ്ങളെ ഉപദ്രവിക്കില്ല. പ്രവാചകൻ അയാളെ വെറുതെ വിടുകയാണ്, അല്ലാതെ വാള് പിടിച്ചിട്ട് ഇസ്ലാം ആകാത്തവരെ വെട്ടില്ല, പൊയ്ക്കുക എന്ന് പറഞ്ഞു. എത്ര വചനങ്ങൾ ഇനി കേട്ടോളൂ. ഖുർആനിലെ വചനം. വിശുദ്ധ ഖുർആൻ പറയാണ്, ഫമൻ ശാഅ ഫൽയുക്മിൻ വമൻ ശാഅ ഫൽയക്ഫുർ. ഇഷ്ടമുള്ളവർക്ക് വിശ്വസിക്കാം, ഇഷ്ടമില്ലാത്തവർക്ക് അവിശ്വസിക്കാം. ഖുർആന്റെ 18-ാം അധ്യായം 29-ാമത്തെ വചനം. തീർന്നില്ല. 88-ാം അധ്യായം 21, 22 വചനങ്ങൾ. 24-ാം അധ്യായം 54-ാമത്തെ വചനം. അതിലൊക്കെ എന്താ പറയുന്നത്? ഫദക്കിർ ഇന്നമാ അൻത മുദക്കിർ ലസ്ത അലൈഹിം ബിമുസൈതിർ. പ്രവാചകരെ, ആളുകളെ വിളിച്ചു ചേർത്ത് പ്രസംഗിക്കുക. ഒരാളെയും മതത്തിൽ ചേർക്കേണ്ട ഉത്തരവാദിത്തം താങ്കൾക്കില്ല, നിർബന്ധിക്കേണ്ട ഉത്തരവാദിത്തം താങ്കൾക്കില്ല. ശരി തെറ്റുകൾ പറഞ്ഞു കൊടുക്കുക. ഇത് സ്വീകരിച്ചാൽ, ഈ ശരി സ്വീകരിച്ചാൽ മോക്ഷമുണ്ട് എന്ന് പറയാ. തെറ്റനുസരിച്ച് ജീവിച്ചാൽ പാതാളത്തിൽ അഗ്നിനാളങ്ങളിൽ മിന്നിമറയേണ്ടി വരും എന്ന വിവരണവും പറയാ എന്ന് ഖുർആൻ. 24-ാം അധ്യായം 54-ാമത്തെ വചനം. വമാലർ റസൂലി ഇല്ലൽ ബലാഉൽ മുബീൻ. വ്യക്തമായ എത്തിച്ചു കൊടുക്കലല്ലാതെ ഒരാളെയും നിർബന്ധിക്കേണ്ടതില്ല. അപ്പൊ എത്ര സംഭവങ്ങളായി, എത്ര ഖുർആനിക വചനമായി. ഇനിയും ഖുർആനിന് നേരെ ഇസ്ലാം മതപരിവർത്തനം നടത്തുന്നു എന്ന് പറയുന്നത് ആ ഗ്രന്ഥത്തോട് ചെയ്യുന്ന അനീതിയുടെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. വിശുദ്ധ ഖുർആനിൽ അതില്ല, പ്രവാചക ജീവിതത്തിൽ അതില്ല. പ്രവാചകൻ ആരെയും നിർബന്ധിച്ചിട്ടില്ല. ഇല്ല, 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 ഇല്ല. ഇസ്ലാമിന്റെ തത്വം തന്നെ മനോഹരമാണ്. ആരുടെ മുമ്പിലും വെക്കാം, ആരുടെ മുമ്പിലും വെക്കാം. ഇഷ്ടമുള്ളവർക്ക് സ്വീകരിക്കാം, അല്ലാത്തവർക്ക് തള്ളിക്കളയാം. ഇസ്ലാമിന് കണിശമാണ് എല്ലാ നിയമങ്ങളും വ്യവസ്ഥകളും. അത് ടോയ്ലറ്റ് കയറും എന്താ ചെയ്യേണ്ടത് ഇസ്ലാമിലുണ്ട്. ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ കിടപ്പറയിൽ എന്തൊക്കെ ചെയ്യണം A to Z വിശദീകരിക്കുന്നുണ്ട് ഖുർആനും പ്രവാചക വചനം. പല്ല് തേക്കണോ? പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഡ്രസ് എങ്ങനെയാ ധരിക്കേണ്ടത്? പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. മീശ വെട്ടി ഒതുക്കണോ? പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. തലമുടി എത്രത്തോളം ഉണ്ടാവണം? പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. എണ്ണ തേക്കണോ? പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. ജീവിതത്തിൽ എങ്ങനെ നടന്നു പോകണം? പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. കല്യാണാലോചന എങ്ങനെ? പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഏത് പെണ്ണിനെയാ കെട്ടേണ്ടത്? പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. സ്ത്രീധനം വാങ്ങാൻ പാടുണ്ടോ? ഇല്ല എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു. പിന്നെ മെഹർ കൊടുക്കണോ? ഇസ്ലാം അത് പഠിപ്പിച്ചു. അങ്ങനെ തുടങ്ങി A to Z ജീവിതത്തിന്റെ സകല മേഖലകളിലും ഖുർആൻ വെളിച്ചം വീശി. നിങ്ങൾക്ക് പരിശോധിക്കാം, പഠിച്ചു നോക്കാം. അതാണ് ഇവിടെ ആരെയും നിർബന്ധിക്കുക എന്നൊരു സ്വഭാവത്തിലില്ല. അതിൽ ഞാൻ ആദ്യം പറഞ്ഞിടത്തേക്ക് വീണ്ടും മടങ്ങിപ്പോവുകയാണ്.
നമുക്ക് ഈശ്വര വിശ്വാസത്തെ ഒന്ന് പരിശോധിക്കാം. ദൈവവിശ്വാസം എന്താണ് യഥാർത്ഥത്തിൽ ദൈവവിശ്വാസം? ഞാൻ ലളിതമായ ചില ഉദാഹരണങ്ങളിലൂടെ ഇത് പറഞ്ഞ് നിങ്ങളെ ബോധ്യപ്പെടുത്തി തരാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്. അപ്പൊ നമുക്കൊരു കാര്യം നേടണം. ഇവിടെ രാജേഷ് വന്നു, അതുപോലെ MLA-മാരായ ഒരുപാട് ആളുകൾ നമുക്ക് MP, MLA, മുഖ്യമന്ത്രിയിൽ നമുക്കൊരു കാര്യം നേടണം, അല്ലെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രി, ആഭ്യന്തരമന്ത്രി, അവരിൽ നിന്നൊക്കെ ഒരു കാര്യം നേടണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നാട്ടിലൊരു പ്രാദേശിക MLA അല്ലെങ്കിൽ ഒരു MP അയാളെ പിടിക്കും. അയാളെ ഫോൺ നമ്പർ ആയിരിക്കും നമ്മുടെ മൊബൈലിൽ ഉണ്ടാവുക, അല്ലേ? അതെ, അയാളുടെ ഫോൺ നമ്പർ ഉണ്ടാവുക. അയാളെ വിളിച്ചിട്ട് പറയും, ദാ ഞാനാണ്, ചന്ദ്രനാണ് അല്ലെങ്കിൽ ശ്രീധരനാണ്, എന്താ എന്റെ കാര്യം എന്ന് ചോദിക്കും. അങ്ങനെ രാവിലെ തന്നെ MLA-യുടെ വീട്ടിൽ ശ്രീധരേട്ടൻ വന്നിരിക്കാൻ, എന്താ ശ്രീധര, ഞാനൊരു കാര്യം പറഞ്ഞിരുന്നല്ലോ സാർ എന്ന് പറഞ്ഞ് അവിടെ വരും. അങ്ങനെ പിന്നെ ഡൽഹിയിൽ നിന്നോ അല്ലെങ്കിൽ തിരുവനന്തപുരത്തു നിന്നോ MLA വിളിക്കാൻ, എന്താ വിളിക്കുന്നത്? ശ്രീധര, ആ കാര്യം മന്ത്രിയോട് പറഞ്ഞു, ആ കാര്യം ഓക്കെ ആയിട്ടുണ്ട്. അപ്പൊ ശ്രീധരൻ എന്താ പറയാ? താങ്ക്സ് സാർ, നിങ്ങളില്ലായിരുന്നെങ്കിൽ എനിക്ക് ഈ കാര്യം നടക്കൂല, അതുകൊണ്ട് ഞാൻ ഒരിക്കലും നിങ്ങളെ മറക്കൂല. വലിയ ഉപകാരമാണിത്. ഇവിടെ മന്ത്രിക്ക് എന്ത് സ്ഥാനമുള്ളത്? ഒരു സ്ഥാനമില്ല. മന്ത്രിക്ക് താങ്ക്സ് ഉണ്ടോ? ഇല്ല. മന്ത്രിയെ ഓർക്കുന്നുണ്ടോ? ഇല്ല. മന്ത്രിയുടെ വീട്ടിൽ പോകണുണ്ടോ? ഇല്ല. മന്ത്രിയെ കാണുന്നുണ്ടോ? ഇല്ല. മന്ത്രിയാണ് അത് നേടിക്കൊടുത്തത്, മന്ത്രിയാണത് പാസ്സാക്കിയത്, യാതൊരു സംശയമില്ല, അല്ലേ? പക്ഷേ നന്ദി മുഴുവനും MLA-യോടാണ്, അല്ലേ സുഹൃത്തുക്കളെ? ഇതുപോലെയാണ് നമ്മുടെ രാജ്യത്തെ ദൈവവിശ്വാസം. നമുക്ക് വായു തന്നവനോട് നമുക്ക് നന്ദിയില്ല, നമുക്ക് വെള്ളം തന്നവനോട് നമുക്ക് നന്ദിയില്ല, നമ്മളെ സൃഷ്ടിച്ചവനോട് നമുക്ക് നന്ദിയില്ല. ഏഴാകാശവും 7 ഭൂമിയും സൃഷ്ടിച്ചവനെ ഒരിക്കൽ പോലും വിളിക്കാൻ നമ്മളിൽ പലരും സന്നദ്ധരായിട്ടില്ല. നമുക്ക് വായു നൽകാത്ത നമ്മളെപ്പോലെ വായു ആവശ്യമുള്ള, നമുക്ക് വെള്ളം നൽകാത്ത നമ്മളെപ്പോലെ വെള്ളം ആവശ്യമുള്ള, നമുക്ക് കൈ നൽകാത്ത നമ്മളെപ്പോലെ കൈ നൽകപ്പെട്ട, അല്ലേ? നമുക്ക് കിഡ്നി നൽകാത്ത നമ്മളെപ്പോലെ കിഡ്നിയുള്ള, നമ്മളെപ്പോലെ എല്ലാമുള്ള, ഒരുപക്ഷെ നമ്മളിൽ പലരെക്കാളും ദുർബലരായവരെ നമ്മൾ ആരാധിച്ചിട്ടുണ്ട്. ലോകത്തിൽ ഇത്ര വലിയൊരു അപജയം മാനവ ചരിത്രത്തിൽ വേറെ എന്തുണ്ടായിട്ടുണ്ട്? ലോകവേദങ്ങൾ എന്തു പറയുന്നു എന്ന് ഒരിക്കൽ പോലും നോക്കാൻ പലപ്പോഴും നമുക്ക് സാധിച്ചിട്ടില്ല. ലോകവേദങ്ങൾ ഈ വിഷയകമായി എന്ത് പറയുന്നു എന്ന കാര്യം ഗൗരവമായ പഠനങ്ങൾക്ക് വരേണ്ടതാണ്. ലോകത്തിലെ വേദഗ്രന്ഥങ്ങളിലൂടെ കടന്നു പോകുന്ന ഏതൊരു മനുഷ്യർക്കും ചില കാര്യങ്ങൾ ബോധ്യപ്പെടേണ്ടതായിട്ടുണ്ട്. അത് ബോധ്യപ്പെടുത്തുകയും ആളുകളെ അത് അറിയിക്കുകയും ചെയ്യണം. ഏകദൈവം എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഏകദൈവം ഉണ്ട് എന്ന് പറയാ, ഞങ്ങൾ ഏകദൈവ വിശ്വാസികളാന്ന് പറയാ, എന്നിട്ട് ദൈവത്തിന്റെ സൃഷ്ടികളെ മാത്രം ആരാധിച്ചു മരിക്കുക, ഒരിക്കൽ പോലും ദൈവത്തിലേക്ക് നേരിട്ടെത്തുന്നില്ല. വല്ലാത്തൊരവസ്ഥയാണിത്. ദൈവത്തിന്റെ വായു, ദൈവത്തിന്റെ വെള്ളം ദൈവം നൽകിയത്. വിശുദ്ധ ഖുർആൻ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. എന്താ ചോദ്യം? അപാരമായ ഒരു ചോദ്യമാണ്. അഫറഅയ്തുമുൽ മാഅല്ലദീ തശ്റബൂൻ അഅൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ ലൗ നശാഉ ജഅൽനാഹു ഉജാജൻ ഫലൗലാ തഷ്കുറൂൻ. എന്താ ചോദ്യത്തിന്റെ പൊരുൾ? ഖുർആനിലെ 51-ാം അധ്യായം 68, 69, 70 വാചകങ്ങള്. എന്താ ഇതിന്റെ അർത്ഥം എന്നറിയോ? അല്ല മനുഷ്യരെ, അല്ല ഭാസ്കര, അല്ല സുരേന്ദ്ര, ദേവദാസേ, എലിയമ്മേ, സാറാമേ, ആമിന, ആയിഷ, സുബൈറെ, നിങ്ങൾ പാനം ചെയ്യുന്ന പാനജലത്തെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? നിങ്ങളാണോ അത് ഇറക്കണത്? ആ പാനജലം കാർമേഘങ്ങളിൽ നിന്ന് നിങ്ങളാണോ ഇറക്കണത്? അതല്ല നാമാണോ? സർവശക്തനായ പ്രപഞ്ചനാഥന്റെ ചോദ്യം. മനസ്സിലായോ? ഒരു മനുഷ്യ ദൈവത്തിന്റെ ചോദ്യമല്ല, ഒരു തങ്ങളുടെയോ ബീവിയുടെയോ ഔലിയയുടെയോ അമ്പിയാക്കളുടെയോ ചോദ്യമല്ല, പ്രപഞ്ചത്തിന്റെ നാഥനാ ചോദിക്കണ. അല്ല മനുഷ്യ കുലമേ, കിണറുകളിൽ നിന്ന് ഉറവു ജലം അതെടുത്ത് പാനം ചെയ്യുന്നില്ലേ നിങ്ങൾ? ആ വാട്ടർ ടാപ്പിൽ നിന്ന് വരുന്ന ശുദ്ധജലത്തെ കൈവച്ച് നിങ്ങൾ മോന്തി കുടിക്കണില്ലേ? ആ വെള്ളം നിങ്ങൾക്ക് ആര് നൽകി? ഞാനല്ലയോ നിങ്ങൾക്ക് നൽകിയത്? ഞാൻ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ആ ശുദ്ധജലത്തെ ഉപ്പുജലമാക്കി നാം മാറ്റുമായിരുന്നു. എത്ര ശ്രേയസ്കരമായ വാക്ക്! ലോകത്തേത് മനുഷ്യർക്കും ചിന്തിക്കാമത്. എന്താ ചോദ്യം? നിങ്ങൾക്ക് മഴ ചൊരിഞ്ഞു തരുന്നവനാര്? ഇതിനെപ്പറ്റി മാത്രമായിട്ടൊന്ന് ചിന്തിച്ചു നോക്കിയേ. യേശുക്രിസ്തുവും അതുപോലെ കന്യാമറിയമും ആദ്യത്തെ മനുഷ്യന് ഇവിടെ വരുന്നതിന് മുമ്പ്, ഞാൻ ഒന്നുകൂടെ വായിക്കാം. പ്രപഞ്ചോൽപത്തി എന്ന പുസ്തകത്തിന്റെ ഒരു ഡീറ്റെയിൽ ഞാൻ ഒന്നുകൂടെ വായിക്കാം. ഇത് വായിക്കുന്നത് ശരിക്കുള്ള ഒരു ബോധ്യം ഉണ്ടാകാനാണ് സയൻസ് പഠിക്കുന്നവർ. ചുരുക്കി പറയുകയാണെങ്കിൽ, നമ്മുടെ ഈ പ്രപഞ്ചം ജനിച്ചത് 15 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ഒരു മഹാസ്ഫോടനം, ബിഗ് ബാങ്കിന്റെ ഫലമായിട്ടാണ്. ഇന്ന് പ്രപഞ്ചത്തിൽ കാണുന്ന എല്ലാ വസ്തുക്കളും ഒരു വൈചിത്ര ബിന്ദു, സിംഗുലാരിറ്റിയിൽ നിന്ന് അടങ്ങിയിരുന്നു. ആ ബിന്ദുവിലാണ് സ്ഫോടനം സംഭവിച്ചത്. ഈ സ്ഫോടനത്തിൽ കൂടി പുറത്തേക്ക് വരുന്ന പദാർത്ഥത്തിന്റെ 4ാമത്തെ
അവസ്ഥയായ പ്ലാസ്മയായിരുന്നു. ഈ പ്ലാസ്മയിൽ നിന്നായിരുന്നു പ്രാഥമിക കണങ്ങൾ ഉടലെടുത്തത്. പിന്നീട് തണുത്ത പദാർത്ഥങ്ങളിൽ സാന്ദ്രീകരിച്ച് ഗാലക്സികളും ബില്യൺ കണക്കിന് നക്ഷത്രങ്ങളും രൂപപ്പെട്ടത് 13 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പായിരുന്നു. സൂര്യനും സൗരയൂഥവും രൂപപ്പെട്ടത് 5 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പാണ്. നമ്മുടെ ഭൂമിയും അതിലെ ജീവജാലങ്ങളും പ്രത്യക്ഷപ്പെട്ടിട്ട് 1 ബില്യൺ വർഷങ്ങളായി. അപ്പൊ മനുഷ്യർ ഈ ഭൂമുഖത്ത് വന്നിട്ട് 1 ലക്ഷം. അപ്പൊ അതിന്റെയൊക്കെ എത്രയോ മുമ്പ് സൂര്യനുണ്ട്, നക്ഷത്രങ്ങളുണ്ട്, കാട്ടാറുകളുണ്ട്, കാനനങ്ങളുണ്ട്, ആഴിയുണ്ട്, അത്ഭുതങ്ങളുണ്ട്, അനിർവചനീയമായ പ്രപഞ്ചത്തിന്റെ പ്രതിഭാസങ്ങളുണ്ട്, അനന്ത പരകോടി ജീവജാലങ്ങളുണ്ട്. കാനനങ്ങളിൽ ഗർജിക്കുന്ന സിംഹമുണ്ട്, ആ സിംഹത്തിന്റെ ഗർജനം കേട്ട് ഓടിയൊളിക്കുന്ന മാൻപേടകളുണ്ട്. ആ പുഷ്പമേ അധിക തുങ്കപദത്തിൽ നീ എത്ര ശോഭിച്ചിരുന്നു രാത്രി കണക്കെ എന്ന് കുമാരനാശാൻ പിൽക്കാലത്ത് പാടിയ പന്നീർ പുഷ്പം വിടർന്നിട്ടുണ്ട്, ജമയന്തി ഉണ്ടായിട്ടുണ്ട്. 10 മണി മുല്ല ഷാർപ്പ് 10 മണിക്ക് വിടർന്നിട്ടുണ്ട്. ആരാ 10 മണി മുല്ലയോട് 10 മണിയായി എന്ന് ആരതിനോട് പറഞ്ഞു? അവനെയാണ് ഈ ബ്രഹ്മാണ്ടത്തിന്റെ തമ്പുരാൻ, അൽ ഇലാഹ്, അല്ലാഹു, ആരാധ്യൻ, റബ്ബുൽ ആലമീൻ എന്ന് ഇസ്ലാം പറയും. അവിടെ നമുക്ക് ആലോചിക്കാൻ ഇതിൽ എന്ത് വർഗീയത ഉള്ളത്? ഒരു വീട്ടിലേക്ക് ഏഴോമിൽ ഒരു വീട്ടിലേക്ക് അടുക്കറി ചെന്നു. എന്താ സാർ നിങ്ങളെ പേര്? എന്റെ പേര് ശ്രീധര മേനോൻ. ഓ സർ, നിങ്ങളാരെ? ഞാൻ എഞ്ചിനീയർ ആയിരുന്നു. വീട്ടിൽ സ്വസ്ഥമാണ്. സർ, ഞങ്ങൾ നിങ്ങളെ ദൈവത്തിലേക്ക് ക്ഷണിക്കാൻ വന്നതാണ്. അപ്പൊ മേനോൻ ചോദിച്ചു, നിങ്ങൾ മുസ്ലിങ്ങളാണല്ലേ? ഏത് ദൈവത്തിലേക്കാ? അപ്പൊ പറയണം മേനോൻ, സാർ, നിങ്ങളെയും ഞങ്ങളെയും ഈ വീട്ടിലുള്ളവരെയും 7 ആകാശവും 7 ഭൂമിയും അതിലെ സർവചരാചരങ്ങളെയും സൃഷ്ടിച്ച് സംവിധാനിച്ച് സംഹരിക്കുന്ന സർവാധിനാഥനായ ആ സർവശക്തനാരാണോ അവനിലേക്ക്. ഇത് വർഗീയതയാണോ? ഞങ്ങൾ നിങ്ങളെ യേശുക്രിസ്തു എന്ന ദൈവത്തിലേക്കാണോ? അല്ല. പിശാരിക്കാവിലമ്മയിലേക്കാണോ? അല്ല. വേളാങ്കണ്ണി മാതാവിലേക്കാണോ? അല്ല. ഉള്ളാളം തങ്ങളിലേക്കാണോ? പുളിങ്ങോ മക്കാമില ഔലിയയിലേക്കാണോ? അല്ല. പിന്നെയോ 7 ലോകം, 7 ആകാശം, 7 ഭൂമി, 15 കോടി കിലോമീറ്റർ അകലെ നിന്ന് സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക് ലേ അങ്ങനെയല്ലേ? ഇഷ്ടവധുവാം നിന്നെ സൂര്യനണീച്ച ചിത്രപടകഞ്ചുകം തെല്ലൊന്നു നീക്കി നീ അരുളിയ മുലപ്പാൽ കുടിച്ചു തെഴുത്തവർക്കൊരു ദാഹമുണ്ടായി. ഒടുക്കത്തെ ദാഹം നിൻ തിരുഹൃദയ രക്തം കുടിപ്പാൻ. പന്തിർ കുലമ്പെറ്റ പറയിക്കും അമ്മ നീ, എണ്ണിയാലൊടുങ്ങാത്ത തങ്ങളിൽ ഇണങ്ങാത്ത സന്തതികളെ നൊന്തു പെറ്റു. കൂമന്റെ മൂളലായി പേടിപ്പെടുത്തുന്നതും കുയിലിന്റെ കൂകലായി പേടി മാറ്റുന്നതും പിന്നെ ഋഷസിനെ തോളിലേറ്റുന്നതും സായന്തനങ്ങളെ ചെപ്പിലൊതുക്കുന്നതും സന്ധ്യയെ എടുത്തു നീ കാട്ടിൽ മറയുന്നതും കണ്ണാലെ കണ്ടിട്ടു സർവം സകയായി നിന്നതും നിന്നോളമില്ല മറ്റാർക്കും എന്നുള്ളതും. ONV കുറുപ്പിന്റെ മനോഹരമായ ഭൂമിക്കൊരു ചരമഗീതം എന്നാണ്. ആ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഭൂമിയും ഇതൊക്കെ സൃഷ്ടിച്ച സൃഷ്ടാവിനെ അറബിയിൽ പറയുന്ന പേരാണ് റബ്ബ്, അല്ലാഹു, റഹ്മാൻ, അൽ അസീസ്, ഗഫൂർ, വദൂദ് എന്നൊക്കെ പറയും. അളവറ്റ ദയാവരൻ. അല്ലാതെ ഇനി ഏറ്റവും അത്ഭുതത്തോടുകൂടി നിങ്ങൾ ആലോചിച്ചു, മനുഷ്യ ചരിത്രത്തിൽ 2000 വർഷത്തിന്റെ ചരിത്രമാണ് ക്രൈസ്തവ ചരിത്രം. മനുഷ്യ ചരിത്രത്തിൽ യേശു ക്രിസ്തു, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന 3 അളത്തങ്ങളെ മുൻനിർത്തിയുള്ള ആരാധന തുടങ്ങിയിട്ട് 2000 വർഷമായിട്ടല്ലേ ഉള്ളൂ. നിങ്ങൾ ഒരു കാര്യം ആലോചിച്ച് നോക്ക്, സയൻസ് എന്താ പറയുന്നത്? 1,00,000 വർഷമായി മനുഷ്യരിവിടെ വന്നിട്ട്. അവർ 2000 വർഷത്തിന്റെ മുമ്പുള്ള അത്രയും കാലം മനുഷ്യരെ ആരെ ആരാധിച്ച്? യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ചു. ആർക്കും ചിന്തിക്കാവുന്ന പോയിന്റ് അത്. ദ്വാപരയുഗം, ത്രേതായുഗം, കലിയുഗം, മനുഷ്യൻ ഈ ഭൂമുഖത്ത് വന്നതിന് ശേഷല്ലേ ഇതൊക്കെ ഉണ്ടായത്. ശ്രീരാമനും ശ്രീകൃഷ്ണൻ, നിങ്ങൾക്കറിയാലോ, ഒരു ചിങ്ങമാസത്തിലെ അർദ്ധരാത്രിയിൽ ദേവകിയുടെ 8ാമത്തെ പുത്രനായി ശ്രീകൃഷ്ണൻ ജനിച്ചു. അപ്പൊ 7 പുത്രന്മാർ, 7 സന്തതികൾ അതിന് മുമ്പ് ഇവിടെ വന്നില്ലേ? ഉണ്ടായില്ലേ? ഇല്ലേ? നിങ്ങൾ ആലോചിച്ചു. ദശരഥ മഹാരാജാവ് പുത്രകാമേട്ട് യാഗം നടത്തി. യാഗത്തിന്റെ അന്തിമഘട്ടത്തിൽ ശൃംഗമുനി പായസാന്നം നൽകി. കൈകേയി, കൗസല്യ, സുമിത്ര മൂവരും ഗർഭം ധരിച്ച് പായസാന്നം ഭുജിച്ച് ഗർഭം ധരിച്ച് കൗസല്യയുടെ പുത്രനായി ശ്രീരാമൻ ഇവിടെ ജനിക്കുമ്പോ ആകാശല്ലേ ദേവാ? ഭൂമിയില്ലേ മാധവ? ഇല്ലേ? ഈ സൂര്യചന്ദ്രന്മാരില്ലേ? ഉണ്ട്. അറേബ്യയിൽ ആമിനയുടെ അബ്ദുള്ളയുടെ മകനായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുമ്പോ പർവ്വതങ്ങളില്ലേ, കാനനങ്ങളില്ലേ, കാട്ടാറുകളില്ലേ,
സൂര്യൻ ഉദിച്ചില്ലേ? ചന്ദ്രന് നിലാവലകളില്ലേ? കാർമേഘം ഘനീഭവിച്ചില്ലേ? മഴ പെയ്തില്ലേ? ഭൂമി പിളർന്നില്ലേ? ഇല്ലേ? അതൊക്കെ ഇവിടെ ഉണ്ടായിട്ടില്ലേ? ആരതിനെ നിയന്ത്രിക്കുന്നു? അവനെയാണ് ഇസ്ലാം. ഒരൊറ്റ ദൈവം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പഞ്ചായത്തിന്റെ ദൈവമല്ല, ഗ്രാമങ്ങളുടെ ദൈവമല്ല, ഗോത്രങ്ങളുടെ ദൈവമല്ല. തിരുവനന്തപുരത്തെ ദൈവത്തെ കാസർകോട്ടുകാർക്ക് പരിചയമില്ല, കാസർകോട്ടുകാർ പരിചയമുള്ളവരെ ചെന്നൈയിലുള്ളവർക്ക് പരിചയമില്ല, ചെന്നൈയിലുള്ളവർക്ക് പരിചയമുള്ളവരെ തേങ്ങാപട്ടണത്തുള്ളവർക്ക് പരിചയമില്ല, തേങ്ങാപട്ടണത്തുള്ളവർക്ക് പരിചയമില്ല ദൈവങ്ങളെ ഇങ്ങ് വയനാട്ടിലുള്ളവർക്ക് പരിചയമില്ല, അതുപോലെ മലപ്പുറത്തുള്ളവർക്ക് പരിചയമില്ല, ഇന്തോനേഷ്യയിലെ ദൈവത്തെ അങ്ങ് ദക്ഷിണാഫ്രിക്കക്കാർക്ക് പരിചയമില്ല. ഇവിടെ അതല്ല. ഏഴാകാശം ആര് സൃഷ്ടിച്ചുവോ, ഏഴ് ഭൂമി ആര് സൃഷ്ടിച്ചുവോ അവനെ ഈശ്വരനായി, അവനെ ദൈവമായി കാണാൻ. അല്ലേ? നിങ്ങൾ ആലോചിച്ചു നോക്കൂ. അഥർവവേദം 13-ാം ഖണ്ഡം 5-ാമത്തെ പർവ്വത്തിലെ 20-21 വാചകങ്ങളിൽ പറയുന്നത് എന്താണ്? ഏകനായ അവൻ ഏകനായി തന്നെ എന്നെന്നും നിലനിൽക്കുന്നതാണ് എന്ന് നീ വിശ്വസിക്കുക. രണ്ടാമതൊരു ദൈവമില്ല, രണ്ടാമതൊരു ദൈവമില്ല. കൃഷ്ണ യജുർവേദം വായിച്ചു നോക്കിക്കോളൂ. കൃഷ്ണ യജുർവേദം 4-ാം അധ്യായം 6 മുതൽ 9 വരെയുള്ള വചനം. കൃഷ്ണ യജുർവേദം 4-ാം അധ്യായം 6 മുതൽ 9 വരെയുള്ള വചനം എന്താ? ആ വചനം ഒന്ന് കേട്ടോളൂ, ശ്രദ്ധിച്ചോളൂ. ചതുപ്പ് നിലങ്ങളുടെയും നടവഴികളുടെയും നാടിന്റെയും കാടിന്റെയും കുന്നിന്റെയും കുഴികളുടെയും ആലകങ്ങളുടെയും ആലയങ്ങളുടെയും നിലാവിന്റെയും ശബ്ദത്തിന്റെയും ധൂളികളുടെയും ചെടികളുടെയും ചുള്ളിക്കമ്പിന്റെയും ഭൂമികളുടെയും പൊളഞ്ഞൊഴുകുന്ന നദികളുടെയും മണ്ണിൽ കൊഴിഞ്ഞു വീഴുന്ന ഇലകളുടെയും നാഥനായ സർവേശ്വര അങ്ങക്ക് നമസ്കാരം. കൃഷ്ണ യജുർവേദം 4-ാം അധ്യായം 6 മുതൽ 9 വരെയുള്ള വചനം. ഈ സിട്ടാവാര അലം തറ അന്നല്ലാഹു യസ്ജുദു ലഹു മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർദ് വശംസു വൽ ഖമറു വൻ നുജൂമു വൽ ജിബാലു വസ്സജറു വദ്ദവാബ് വകസീറും മിനൻ നാസ് ഫലിയൻദുറിൽ ഇൻസാനു ഇലാ തുആമിഹി അന്ന സബബനൽ മാഅ സബ്ബ ثم شققنا الارض شقا فانبتنا فيها حبا وعنبا وقضبا وزيتونا ونخلا وحدائق غلبا وفاكهة وعبا متاعا لكم ولأنعامكم. എന്ത് മനോഹരമാണ് ആ വാചകം. എന്താ പറഞ്ഞെന്നറിയോ? സൂര്യനും ചന്ദ്രനും ആകാശവും ഭൂമിയും സാക്ഷാൽ ദൈവത്തിന് പ്രണാമമർപ്പിക്കുന്നു. തീർന്നില്ല. സകല വൃക്ഷങ്ങളും. ഒരു വൃക്ഷവും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇന്ന് വരെയുള്ള ഒരു മാനവ ചരിത്രം ഏതെങ്കിലും ഒരു വൃക്ഷം മനുഷ്യൻ എന്ന മഹാബുദ്ധിജീവിയെ ലോകത്തിൽ ഉൽക്കൃഷ്ട സൃഷ്ടി ഏതാ? മനുഷ്യനാണെന്നാണ് ഖുർആൻ പറയുന്നത്. ലോകത്തിലെ ഏറ്റവും ഉൽക്കൃഷ്ട സൃഷ്ടി മനുഷ്യൻ. ആ ഉൽക്കൃഷ്ട സൃഷ്ടിയായ മനുഷ്യനെ ഇന്ന് വരെ പാമ്പ് ആരാധിച്ചിട്ടില്ല, പശു ആരാധിച്ചിട്ടില്ല, ഇല്ല. എന്നാൽ ഇതിനെയൊക്കെ മനുഷ്യൻ ആരാധിച്ചിട്ടുണ്ട്. ഇതിനെതിരാണ് വേദങ്ങൾ. ഇതാണ് സത്യം. പൗരോഹിത്യം അതാണ് സൃഷ്ടി പൂജ പഠിപ്പിച്ചത്. പൗരോഹിത്യമാണ് നമ്മുടെ സൃഷ്ടി പൂജ പഠിപ്പിച്ചത്. സൃഷ്ടാവിനെ മാത്രം ആരാധിക്കാനാണ് വേദഗ്രന്ഥങ്ങൾ. വേദഗ്രന്ഥങ്ങൾ മുഴുവനും ഋഗ്വേദം 10 മണ്ഡലങ്ങളാണ് ഉള്ളത്. ഋഗ്വേദത്തിന്റെ 10-ാം മണ്ഡലം 121-ാമത്തെ സൂക്തം 1-ാമത്തെ ഋക്കിൽ പറയുന്ന എന്താ? ഹിരണ്യഗർഭഃ സമവർത്തദാഗ്രേ ഭൂതസ്യ ജാതപതിരേക ആസീത് സദാധാര പൃഥ്വിയും ദ്യാമു ദേവായ കശ്മൈ ദേവായ ഹവിഷാവിധേമാം. ലോകത്തെ മുഴുവനും സൃഷ്ടിച്ച സർവചരാചരങ്ങളുടെയും നാഥൻ അവനെയാണ് സർവചരാചരങ്ങളും ആശ്രയിക്കുന്നത്. അവന്റെ മുമ്പിലാണ് നിങ്ങൾ ഹവിസർപ്പിക്കേണ്ടത് എന്ന് വേദങ്ങൾ പറയുന്നു. മാർക്കോസിന്റെ ഇവിടെ ബഹുമാനനായ ഫാദർ തിരക്ക് കാരണം പോയി. മാർക്കോസിന്റെ 12-ാം അധ്യായം 29-ാമത്തെ വചനം എന്താ? ഗുരു യേശു ക്രിസ്തുവിനോട് ചോദിക്കുകയാണ്, ഗുരു ലോകത്തിലെ ഏറ്റവും പ്രഥമമായ കൽപ്പന എന്താ? ലോകത്തിലെ ഏറ്റവും പ്രഥമമായ കൽപ്പന, ഏറ്റവും സുപ്രധാനമായി താങ്കൾ എന്ത് പഠിപ്പിക്കാനാ വന്നത്? അല്ലേ? യോഹന്നാൻ സ്ഥാപകൻ ബന്ധനസ്ഥനായതിനു ശേഷം ഗലീലിയായിൽ വന്ന് യേശു ക്രിസ്തു ദൈവത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചു എന്ന് ബൈബിളിലില്ലേ? ആ സുവിശേഷം എന്താ? ഇസ്രായേലേ കേട്ടാലും നമ്മുടെ ദൈവമായ കർത്താവ്, എന്റെയും നിങ്ങളുടെയും ദൈവം. യേശു ക്രിസ്തു അങ്ങനെയാ പറഞ്ഞത്. എന്റെയും നിങ്ങളുടെയും കർത്താവ്, ഏക കർത്താവ്. അവനെ, അവരെ എന്നല്ല, ബഹുവചനമല്ല, സിംഗുലറാണ്. അവനെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണാത്മാവോടെ, പൂർണ്ണ മനസ്സോടെ ആരാധിക്കുക, സ്നേഹിക്കുക എന്ന് കൃത്യമാണ്. അല്ലേ? നിങ്ങൾ ആലോചിച്ചോ, ബൈബിളിലെ മത്തായി സുവിശേഷം ഞെട്ടിപ്പോവും. നമ്മൾ ഭാഗം വായിച്ചാൽ കിട്ടിപ്പോവും. ബൈബിളിലെ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം
21, 22, 23 വാചകങ്ങൾ എന്താ? കർത്താവേ കർത്താവേ എന്ന് എന്നെ വിളിക്കുന്ന ഏവരുമല്ല. എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിച്ചിട്ട് കാര്യമല്ല. യേശുക്രിസ്തു തീർത്തു പറഞ്ഞു. അപ്പൊ അന്ന് തന്നെ യേശുക്രിസ്തുവിനെ കർത്താവാക്കുന്ന പണി ആരംഭിച്ചിരുന്നു. തീർന്നില്ല. അടുത്ത വാചകം എന്താ അറിയോ? അന്ന് ആ നാളിൽ, ന്യായവിധി നാളിൽ, ദൈവസന്നിധിയിൽ നിങ്ങൾ വരുമ്പോ ആ ന്യായവിധി നാളിൽ നിങ്ങൾ എന്നോട് പറയും, കർത്താവേ നിന്റെ നാമത്തിൽ ഞങ്ങൾ പലതും ഇവിടെ പ്രവർത്തിച്ചുവല്ലോ, പല അത്ഭുതങ്ങളും ചെയ്തുവല്ലോ, പ്രേത പിശാചുക്കളെ ഞങ്ങൾ പുറത്താക്കിയല്ലോ എന്ന് നിങ്ങൾ എന്നോട് പറയുമ്പോൾ ഞാൻ നിങ്ങളോട് ദൂരെ പോകൂ, എനിക്ക് നിങ്ങളെ അറിയില്ല, ദുഷ്ടശക്തികളെ മാറിപ്പോകൂ എന്ന് ഞാൻ അവരോട് പറയും. അപ്പൊ ആധുനികമായ ക്രൈസ്തവ ലോകം അതാ സ്നേഹം. ശരിക്കും സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താ? അപകടത്തിൽ ചാടുന്നവനെ ഇന്ന് രക്ഷപ്പെടുത്തലാണ്. അപകടത്തിൽ ചാടിക്കോട്ടെ എന്ന് വിചാരിക്കലല്ല. ബൈപ്പാസ് സർജറിക്ക് വിധേയമാക്കേണ്ട ഒരു രോഗിയോട് നിനക്കൊന്നുമില്ല, പാരസെറ്റമോൾ കുടിച്ചാൽ മതി എന്ന് പറയുന്നത് ശരിയല്ല. ഇതാണ് ഞങ്ങളുടെ വിശ്വാസം. ശരിയും തെറ്റും കൃത്യമായിട്ട് മാറ്റുരക്കണം എന്നാ പറയുന്നത്. ലോകത്തെ അതാണ് നമുക്ക് ആലോചിക്കാൻ. വിശുദ്ധ ഖുർആൻ ഒറ്റ കാര്യേ പറഞ്ഞുള്ളൂ. വിശുദ്ധ ഖുർആൻ പറയുന്നത് റബ്ബുസ്സമാവാതി വല്ലർ, ആകാശങ്ങളുടെ പരിപാലകനാരാ? അതാരാ? നമ്മളിങ്ങനെ ചിന്തിക്കുകയാണെന്ത്, നമ്മളൊരു വീട്ടിലിങ്ങനെ കൂടി, ഒരു ഡൈനിങ് ടേബിളിന്റെ ചുറ്റിലും കൂടി നമ്മൾ ആരെയാണ് ഈശ്വരനാക്കേണ്ടത്? അപ്പൊ നമ്മൾ പരിശോധിച്ച് നോക്കി കുറെ ആളുകളെ, ഓൽക്കൊക്കെ അപജയങ്ങളുണ്ട്. ഒരിക്കലും മരിക്കാത്ത നാഥൻ, സൃഷ്ടികളെ സദാ കണ്ടുകൊണ്ടിരിക്കുന്നവൻ, ഉറക്കമില്ലാത്തവൻ. ഇസ്ലാം പരിചയപ്പെടുത്തും അങ്ങനെയാ. അല്ലാഹു അല്ലാഹു എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ, അവനല്ലാതെ ആരാധനക്കർഹനില്ല. ഹുവൽ ഹയ്യു, അവൻ ജീവിച്ചിരിക്കുന്നവനാണ്, ഒരിക്കലും മരണമില്ലാത്തവനാണ്, എല്ലാം നിയന്ത്രിക്കുന്നവനാണ്. ഇസ്ലാമിന്റെ ഒരു പ്രത്യേകത അതാണ്. ഇനി ഒന്നുകൂടെ ഞാൻ പറയാം, വളരെ കൃത്യമായി നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. ആദ്യത്തെ മനുഷ്യൻ ആദാം ഏതൊരു അല്ലാഹുവിനെയാണോ വിളിച്ചത്, ഏതൊരു സൃഷ്ടിനാഥനെയാണോ വിളിച്ചത്, ആ സൃഷ്ടിനാഥനെയാണ് എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് അമീൻ വിളിക്കുന്നത്, എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് നാസർ സ്വലാഹി വിളിക്കുന്നത്. ആ ആദ്യത്തെ മനുഷ്യൻ ആദാം ആരാധിച്ച ദൈവം മരിച്ചിട്ടില്ല. നോഹ പ്രവാചകൻ 950 വർഷം ആരാധിച്ചത് ആ ദൈവത്തെ. ആ നോഹ പ്രവാചകൻ 950 വർഷം ആരാധിച്ച ദൈവത്തെയാണ് അബ്രഹാം പ്രവാചകൻ വിളിച്ചത്. ആ അബ്രഹാം പ്രവാചകൻ വിളിച്ച ദൈവത്തെയാണ് മോസസ് പ്രവാചകൻ വിളിച്ചത്. ആ മോസസ് പ്രവാചകൻ വിളിച്ചാരാധിച്ച ദൈവത്തെയാണ് ഈസാ നബി അലൈഹിസ്സലാം വിളിച്ചത്. ആ ഈസാ നബി അലൈഹിസ്സലാം വിളിച്ച ദൈവത്തെയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചത്. ആ മുഹമ്മദ് നബി വിളിച്ച ദൈവത്തെയാണ് ലോകത്തിലെ മുസ്ലിമീങ്ങൾ അല്ലാഹു എന്ന നിലയിൽ വിളിക്കുന്നത്. ഇങ്ങനെ ഒരു മതവിശ്വാസം ലോകത്ത് വേറെ ആർക്കാളുള്ളത്? നിങ്ങൾ പരിശോധിച്ചോളി. മാറി മാറി വരുന്ന ദൈവവിശ്വാസം. ഒരു കാലത്ത് ഇന്നാള് ജീവിച്ചിരുന്ന ആൾ മരിക്കണവരെ ദൈവം, പിന്നെ അടുത്തത്. ഇസ്ലാം അതല്ല പറയുന്നു. ഇസ്ലാം പറയണേ, എനിക്ക് അത്ഭുതത്തോട് പറയാൻ പറ്റൂത്, മുഹമ്മദ് നബി ജനിക്കുന്നതിന് മുമ്പ് ആകാശഭൂമിയുണ്ട്, അന്ന് രാവും പകലുണ്ടായി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചിട്ടും രാവും പകലുണ്ടായി. അപ്പൊ ഒരു കാര്യം ഉറപ്പായി, മുഹമ്മദ് നബിക്ക് ആ വിഷയത്തിൽ ഒരു നിയന്ത്രണവും ഇല്ല. സായിബാബ പുട്ടപ്പർത്തിയിൽ കിഡ്നി വീക്കായി മരിച്ചു, ഒരു പന്നീർ പുഷ്പം പോലും വിടരാതിരുന്നില്ല. ലോകത്ത് എന്തെങ്കിലും ഒരു കാര്യം നിശ്ചലായോ? സായിബാബ മരിച്ചപ്പോ ഇല്ല. അതുകൊണ്ട് അതും മനസ്സിലായി, ബുദ്ധിയുള്ള ഏതൊരാൾക്ക് മനസ്സിലാവും, ഇവർക്കൊന്നും ഈ സൃഷ്ടിപ്പിൽ ഒരു പങ്കില്ല. യേശുക്രിസ്തുവിനെ വെള്ളിയാഴ്ച കുരിശിലേറ്റ്, ക്രിസ്ത്യാനികളുടെ വിശ്വാസം പറയണേ, ഞായറാഴ്ച ഉയർത്തെഴുന്നേറ്റു. അപ്പൊ യേശുക്രിസ്തു വെള്ളിയാഴ്ച കുരിശിൽ കിടന്ന് സമ്പൂർണ്ണമായിട്ട് മരിച്ചു, ശരിയല്ലേ? എന്നിട്ട് ഞായറാഴ്ച ഉയർത്തെഴുന്നേറ്റു. അപ്പൊ വെള്ളി ശനിയായതും ശനി ഞായറാക്കിയതും ആരാ? അതാരാ? ഇത് ബുദ്ധിയാണ്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ ബുദ്ധിയോട് സംവദിക്കുകയാണ്, വളരെ കൃത്യമാണ്. അതാരാ? അതാ പറയുന്നത്, ഈ മൈതാനത്തെ മണൽത്തരികളെ സൃഷ്ടിച്ചതാരാ? അവനെ ഞങ്ങൾ അള്ളാഹു എന്ന് പറയും. അങ്ങനെ പറയാൻ കെൽപ്പുണ്ടാകും ഇവിടെ ബാക്കിയുള്ളവർക്ക്? ഇവിടെ കയറി വന്നിട്ട് ഒരു സ്വാമിജിക്ക് പറയാൻ പറ്റുമോ? 7 ആകാശവും 7 ഭൂമിയും ലോകത്തെ സർവ്വ മനുഷ്യരെയും സൃഷ്ടിച്ച ആ ശക്തി ആരാണോ അവനാണ് നമ്മുടെ ദൈവം എന്ന് പറയാൻ കഴിയും? ഇവിടെ പ്രസംഗിച്ചു പള്ളിയിൽ അച്ഛന് പറയാൻ പറ്റും? അതാണ് വിഷയം. ഇത് വിഷയമാണ്. ഇത് ആരെയും അടിച്ചേൽപ്പിക്കല്ല, ഇത് ചിന്തിക്കാവുന്നതാണ് എല്ലാവർക്കും. ഈ തെങ്ങും കവുങ്ങും പ്ലാവും ഈ ലോകത്ത് എന്തൊക്കെ ഉണ്ടോ അതൊക്കെ സൃഷ്ടിച്ചത് ഏകനായ ഒരു സൃഷ്ടാവ്. ഇങ്ങനെ പറയാൻ കഴിയും. അതാണ് ഇവിടെ ഒരു ദൈവം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പുറപ്പാടിലെ 20-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാചകം എന്താ? മിസ്രയീം ദേശത്തു നിന്നും അടിമ ഭവനത്തിൽ നിന്നും നിന്നെ കൊണ്ടുവന്നവനായ ഞാനാകുന്നു നിന്റെ കർത്താവ്. മേലെ സ്വർഗത്തിലുള്ളതിന്റെയോ താഴെ ഭൂമിയിലുള്ളതിന്റെയോ വെള്ളത്തിനടിയിലുള്ളതിന്റെയോ ഒന്നിന്റെയും പ്രതിമ അരുത്. അവക്ക് മുമ്പിൽ നീ സാഷ്ടാംഗം പ്രണമിക്കരുത്.
എന്തുകൊണ്ട് ക്രിസ്ത്യാനികൾ മുതൽക്കെടുത്തില്ല? സത്യവേദ പുസ്തകം എഴുതിയിട്ടാണ് പഴയ തോറയും സങ്കീർത്തനവും പുതിയ നിയമവും എല്ലാം കൂടെ ഒന്നിച്ച സത്യവേദ പുസ്തകം. അതിൽ പറയുന്നത് എന്താണ്? ഒന്നിന്റെയും പ്രതിമ അരുത്, പ്രതിമക്ക് മുമ്പിൽ നീ നമിക്കരുത്, സാഷ്ടാംഗം പ്രണമിക്കരുത് എന്ന് കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടില്ലേ? ഉണ്ട്. യജുർവേദം 32-ാം അധ്യായം 3-ാമത്തെ വചനം എന്താ? നതസ്യ പ്രതിമാസ്തി, നതസ്യ പ്രതിമാസ്തി. ദൈവത്തിന് പ്രതിമയില്ല, പ്രതിമയില്ല. നിങ്ങൾ ആലോചിച്ചു, സർവശക്തനായ ദൈവത്തെ മണൽത്തരിയിലോ പ്ലാസ്റ്റർ ഓഫ് പാരീസിലോ ഒതുക്കാൻ പറ്റുമോ? ഈ മണലും കല്ലും മുള്ളും എല്ലാം സൃഷ്ടിച്ച പടച്ചോനെ, ആ പടച്ചോൻ സൃഷ്ടിച്ച വസ്തു കൊണ്ടാണ് പടച്ചോനെ സൃഷ്ടിക്കുന്നത്. ലോകത്ത് ഇസ്ലാം മനുഷ്യരോട് സംബന്ധിച്ചിട്ടുള്ള കാര്യം അതാണ്. ഞാൻ പറഞ്ഞല്ലോ, കേനോമനിഷത്തിന്റെ പ്രഥമവല്ലി 6-7 ശ്ലോകം എന്താ? യക്ഷുഷാന പശ്യതി യേന ചക്ഷുംഷി പശ്യതി തദേവ ബ്രഹ്മത്വം വിദ്ധിനേദം യതി തമുപാസതേ യശ്രോത്രേണ ന ശൃണോതി ശ്രോത്രമിദം ശ്രുതം തദേവ ബ്രഹ്മത്വം വിദ്ധിനേദം യതി തമുപാസതേ. എന്താ ഇതിനർത്ഥം? ഭക്തവത്സല മാധവ, ഏതൊരു ബിംബത്തിന്റെ മുമ്പിലാണോ നീ നിൽക്കുന്നത്, അത് നിന്റെ സൃഷ്ടാവല്ല, അത് നിന്റെ ദൈവമല്ല, നിന്റെ കണ്ണുകൊണ്ട് പ്രാപിക്കാനാവാത്ത, നിന്റെ കണ്ണിനെ കാഴ്ച നൽകിയ സർവശക്തനായ പ്രപഞ്ചനാഥൻ. എത്ര ക്ലിയറാണ്, എത്ര ക്ലിയറാണ്. ആ നാഥനാണ് നമുക്ക് വായു നൽകിയത്, ആ നാഥനാണ് നമുക്ക് വെള്ളം നൽകിയത്. ഞാൻ ലളിതമായ ഒരു സംഭവത്തിലൂടെ അത് പറയാം. ഇപ്പൊ നിങ്ങൾ നോക്ക്, നമ്മൾ ഭാര്യ ഭർത്തൃ ബന്ധം, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം ലോകത്ത് എത്ര ശക്തിമത്താണ്. ലോകത്തൊരു ഭാര്യ ഭർത്താവിന് ഭക്ഷണം വെച്ച് വിളമ്പിയില്ലെങ്കിൽ ക്ഷമിക്കാം. 10 ദിവസം ഭാര്യ ഭക്ഷണം കൊടുത്തില്ല, ക്ഷമിക്കാം ഒരു ഭർത്താവിന്. ഷുവർ. ഭാര്യ 10 ദിവസം അവളുടെ ശരീരവും കൊടുത്തില്ല, എന്നാലും ക്ഷമിക്കാം അല്ലേ? ഭാര്യ വസ്ത്രം അലക്കി കൊടുത്തില്ല, എന്നാലും ക്ഷമിച്ചുകൂടെ? ഒരു നല്ല ഭർത്താവിന്, വിശാലമായ ഹൃദയമുള്ള ഒരു ഭർത്താവിന് ക്ഷമിച്ചുകൂടെ? ക്ഷമിക്കാം. പക്ഷെ ഭർത്താവ് ഒരിക്കലും പൊറുക്കാത്തൊരു അപരാധമുണ്ട്. അതെന്താണ്? എന്തുകൊണ്ടത് പൊറുത്തുകൂടാ? ധാർമ്മികതയിൽ നിന്നുകൊണ്ട് നമ്മൾ ചർച്ച ചെയ്യുക. കോയമ്പത്തൂർ ഒരു സംഭവം ഉണ്ടായി കുറെ വർഷങ്ങൾക്ക് മുമ്പാണ്. എന്താ സംഭവം? ഒരു ഭർത്താവ് ലീവിൽ വന്ന് അയാൾ ജോലി സ്ഥലത്തേക്ക്, ഇന്ത്യയിൽ തന്നെയുള്ള മറ്റൊരു സ്ഥലത്തേക്ക്, സ്റ്റേറ്റിലേക്ക് ജോലിക്ക് പോകാൻ റെയിൽവേ സ്റ്റേഷനിൽ വന്നപ്പോൾ അയാൾക്ക് ട്രെയിൻ നഷ്ടപ്പെട്ടപ്പോൾ അയാൾ തിരിച്ചു വീട്ടിലേക്ക് വരികയാണ്. തിരിച്ചു വീട്ടിലേക്ക് തന്നെ വരികയാണ്. അപ്പൊ നമ്മൾ കണ്ണൂരിൽ ചെന്ന് നമുക്ക് കിട്ടേണ്ട ട്രെയിൻ കിട്ടിയില്ല, നമ്മൾ തിരിച്ചു പോരുകയാണ്. അല്ലെ പയ്യന്നൂർ ചെന്നു, കിട്ടേണ്ട ട്രെയിൻ എടുത്ത് തിരിച്ചു പോരുന്നു. വീട്ടിലേക്ക് കയറി വരുമ്പോൾ മുറ്റത്ത് ഒരു പുരുഷന്റെ ചെരുപ്പ് വാതിൽ അടഞ്ഞു കിടക്കണമുണ്ട്. ഡോറിൽ മുട്ടിയിട്ട് തുറക്കില്ല. അപ്പൊ ഡോറ് ശക്തിയായി തള്ളി തുറന്നു നോക്കുമ്പോ താൻ ആർക്ക് വേണ്ടി ജീവിച്ചുവോ ആ പ്രാണപ്രേയസി, ആ ഭാര്യ മറ്റൊരു പുരുഷനുമായി, ഭർത്താവ് ഇറങ്ങുമെന്ന് തന്നെ തുടങ്ങി ഇവിടെ നായാട്ട്. ആലോചിച്ച് നോക്കണം. അവൾ മറ്റൊരു പുരുഷനുമായി ബന്ധപ്പെടുന്ന കാഴ്ചയാണ് ഭർത്താവ് കാണുന്നത്. സ്നേഹനിധിയായ ഭർത്താവിൽ കോപം കൊണ്ട് തിളച്ചു മറഞ്ഞു. ഓടി അടുക്കളയിൽ ചെന്ന് കയ്യിൽ കിട്ടിയ കൊടുവാള് കൊണ്ട് ആഞ്ഞുവെട്ടി. പക്ഷെ കൊണ്ടത് മകനായി പോയി. മകന്റെ തല ഛേദിച്ചു നിലത്തു വീണു. അവർ രണ്ടുപേരും ഓടി രക്ഷപ്പെട്ടു. ഞാനിവിടെ എല്ലാ സഹോദരിമാരോടും സഹോദരന്മാരോടും ജാതി മത ഭേദമന്യേ, ഇനി മതവിശ്വാസം എല്ലാത്തവരോടും ഞാൻ ആത്മാർത്ഥമായി ചോദിക്കുകയാണ്, എന്താ ഇയാൾ എത്ര വികാരം കൊള്ളിച്ച്? ഭക്ഷണം വെച്ചു കൊടുക്കാത്ത ഭാര്യയോട് പൊറുത്തായാൽ, കിടപ്പറയിൽ ഭർത്താവുമായി സഹകരിക്കാത്ത പെണ്ണിനോട് പൊറുത്തായാൽ, ഇതെല്ലാം ചെയ്തിട്ടും പൊറുത്തായാൽ, ഈ പെണ്ണിന്റെ മനസ്സും ശരീരം ഒരു പുരുഷന് പങ്കുവെച്ചപ്പോ എന്തേ പൊറുക്കാത്തത് സുഹൃത്തുക്കളെ? എന്തേ പൊറുക്കാത്തത്? ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. ഞാൻ ഒരിക്കലും പൊറുക്കില്ല സൃഷ്ടികളെ. എന്ത് അത് വല്ലാത്തൊരു ന്യായമാണ്. എനിക്ക് അത്ഭുതം തോന്നിപ്പോകുന്നു സുഹൃത്തുക്കളെ. ഈ